ഇപ്പോൾ മന്ത്രി എ കെ ശശീന്ദ്രൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. പി വി അൻവർ MLA DFOയുടെ ഓഫീസ് തകർത്തതിന് ഇപ്പോൾ റിമാൻഡിലാണ്. അപ്പോ നമ്മുടെ വനം മന്ത്രി കെ ശശീന്ദ്രൻ നമ്മളുമായിട്ട് സംസാരിക്കുന്നു. അദ്ദേഹവുമായി സംസാരിക്കുന്നത് നമ്മുടെ പ്രതിനിധി ദീപക് തർമ്മടമാണ്. ഇപ്പോൾ ഓവർ ടു ദീപക് തർമ്മടം. ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി വി അൻവർ MLA ഇപ്പോൾ ജയിലിലാണ്. വനം വകുപ്പിൻ്റെ അങ്ങയുടെ വകുപ്പിൻ്റെ ഓഫീസിന് നേരെ നടന്ന പ്രക്ഷോഭത്തിലാണ്. ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്, പിണറായിയുടെ പകപോക്കലാണ് എന്നൊക്കെയാണ് പി വി അൻവറിൻ്റെ ആരോപണം. ഇതിനോട് മന്ത്രി എങ്ങനെ പ്രതികരിക്കുന്നു? അതൊരു പൊതുമുതലാണ്. പൊതുമുതൽ നശിപ്പിക്കുന്നതിനെതിരെ അതിശക്തമായ നിയമമാണ് ഇന്ന് രാജ്യത്ത് നിലവിലുള്ളത്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്വാഭാവികമായ നിയമാനുസൃതമായ നടപടി സ്വീകരിക്കുക മാത്രമാണ് ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ പുറകിൽ ആരുടെയെങ്കിലും പ്രത്യേകമായ കൈകടത്തലോ ഇടപെടലോ നിർദ്ദേശമോ ഗൂഢാലോചനയോ ഉണ്ടായിട്ടില്ല. അങ്ങനെ ആരോപിക്കുന്നത് സ്വന്തം തെറ്റുകൾ മൂടിവെക്കാനും അദ്ദേഹത്തിൻ്റെ തെറ്റായ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിനുള്ള ഒരു ബാലിശമായ ശ്രമം മാത്രമേ പൊതുസമൂഹം അത് കാണുന്നുള്ളൂ. ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം പോരാട്ടം നടത്തിയതെന്നുള്ളതാണ്. അദ്ദേഹം റിമാൻഡിലായതിനു ശേഷവും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ ഫേസ്ബുക്കിലൂടെ വരുന്നുണ്ട്. അതിൽ ഇത് പിണറായിയുടെയും പി ശശിയുടെയും അജിത് കുമാറിൻ്റെയും ഗൂഢാലോചനയാണെന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹം പറയുകയാണ് ഈ പോരാട്ടം തുടരും എന്ന് പറയുകയാണ്. അപ്പോൾ അത് ജനങ്ങളുടെ സെൻറ്റിമെൻറ്റ്സ് അദ്ദേഹത്തിന് അനുകൂലമാക്കി മാറ്റുകയില്ലേ ചെയ്യുക ഈ നടപടി? അല്ല, ജനങ്ങളെല്ലാം ആരെങ്കിലും ഒരാൾ പറയുന്നതിനനുസരിച്ച് ചിന്തിക്കുന്നവരാണ് എന്ന് കരുതിയിട്ട് കാര്യമില്ല. കാരണം അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയല്ല അവിടെ സമരം ചെയ്തത്. അവിടെ മിനിയാന്ന് ഒരു ആദിവാസി യുവാവ് മരിക്കാനിടയായ സംഭവത്തിലുള്ള പ്രതിഷേധമല്ല. അങ്ങനെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും പ്രതിഷേധം നടന്നു. അവരെ ആരെയും ഇത്തരത്തിലുള്ള കുറ്റം ചുമത്തി ജയിലിലേക്ക് അടച്ചിട്ടില്ല. എന്നാൽ പൊതുമുതൽ ആക്രമിച്ച് നശിപ്പിച്ചവരുടെ പേരിലാണ് കേസെടുത്തിട്ടുള്ളത്. അതിൽ ഒന്നാം പ്രതി ദൗർഭാഗ്യവശാൽ MLA ആയിപ്പോയി എന്നുള്ളതും അത് അങ്ങനെ പ്രകോപനം സൃഷ്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതും അവിടെ സമാധാനമുണ്ടാക്കാൻ ശ്രമിക്കേണ്ടതും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, അത് ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും ഒരു ജനപ്രതിനിധിയുടെ ചുമതലയാണ്. ആ ചുമതല നിർവഹിക്കുന്നതിനും സ്വയം പുറകോട്ട് പോവുകയും പ്രകോപനം കൂടുതൽ സൃഷ്ടിക്കാൻ ആവശ്യമായ പെരുമാറ്റങ്ങളും പ്രവർത്തനങ്ങളും വർത്തമാനങ്ങളുമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ വർത്തമാനവും പ്രകോപനമുണ്ടാക്കാനാണ്. ഈ പ്രശ്നം ഒരു ജനുവിനായ പ്രശ്നമാണല്ലോ, അതായത് വന്യജീവി ആക്രമണം നടക്കുന്നത്. ഇതിനെ സർക്കാർ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? അല്ല, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്യജീവി ആക്രമണം പോലെയല്ല നിലമ്പൂരിലുണ്ടായത്. കാരണം ഇത് വനത്തിനകത്താണ് ഉണ്ടായത്. നമ്മളിതുവരെ ചർച്ച ചെയ്യുന്നതും ഇപ്പോൾ സമൂഹം ചർച്ച ചെയ്യുന്നതാണ് ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങൾ ഇറങ്ങി വന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും പ്രയാസം സൃഷ്ടിക്കുന്നതാണ്. വനത്തിനകത്ത് അവർ തന്നെ പറയുന്നുണ്ട്, വനത്തിനകത്ത് വന്യജീവികളുടെ അവകാശമാണെന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അവിടെയാണ് സംഭവിച്ചത്. എന്നിട്ട് പോലും അതൊരു ആദിവാസി യുവാവാണ് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് മറ്റ് സ്ഥലങ്ങളിൽ ചെയ്തിട്ടുള്ളതുപോലെ പൂർണ്ണമായ തോതിലുള്ള ധനസഹായം നൽകുന്നതിനുള്ള തീരുമാനമാണ് ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും രണ്ടാണ്. ആ രണ്ടും രണ്ടായി വകതിരിച്ച് കാണാതെ വനത്തിനകത്ത് നടന്നതിന് പോലും സർക്കാർ ഉത്തരവാദിയാണ്, വനംവകുപ്പ് ഉത്തരവാദിയാണ് എന്ന നിലയിൽ പ്രചരിപ്പിക്കാനാണ് ദൗർഭാഗ്യവശാൽ MLA ഉൾപ്പെടെയുള്ള ശ്രമിക്കുന്നത്. ആ ക്യാമ്പയിൻ നല്ലതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്യാമറാമാൻ മുനീഫ് തിരൂരിനൊപ്പം ദീപക് തർമ്മടം, 24.